ശരിക്കും നമുക്ക് ഈ റെസിപ്പിയുടെ കൂട്ടത്തിൽ വേറെ ഒരു സൈഡ് ഡിഷ് ഒന്നും വേണ്ട. ഇന്ന് എൻ്റെ സ്റ്റൈലിൽ ഒരു മിക്സ്ഡ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി നോക്കാം. നമുക്ക് ആദ്യം ഒരു പാൻ അല്ലെങ്കിൽ ബോക്കിനകത്ത് എഗ്ഗ് ബീറ്റ് ചെയ്ത് സ്ക്രാമ്പിൾ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ. അതിനുശേഷം സെയിം പാനിനകത്ത് തന്നെ നമുക്ക് ജിഞ്ചറും ഗാർലിക്കും ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചിക്കൻ്റെ ക്യൂബ്സും പ്രോണിൻ്റെ ക്യൂബ്സാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ആദ്യം ചിക്കൻ ഇട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം പ്രോൺസ്. ഇത് ഏകദേശം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് സ്പ്രിംഗ് ഓണിയൻസിൻ്റെ ആ വൈറ്റ് പാർട്ടുണ്ടല്ലോ അതാണ് ഇട്ടേക്കുന്നത്. സീസൺ ചെയ്യാൻ വേണ്ടി സോൾട്ട് ആൻഡ് ക്രഷ് പെപ്പർ ജസ്റ്റ് ഒന്നിങ്ങനെ സോട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എരിവ് വേണമെങ്കിൽ മാത്രം ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ടീസ്പൂൺ കുക്ക് ചില്ലി പേസ്റ്റ് ഇട്ടാൽ മതി, നമ്മുടെ എരിവ് അനുസരിച്ച്. പിന്നെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ഇടാം. പിന്നെ നമുക്ക് ഈ ബാസ്മതി റൈസ് ഉണ്ടല്ലോ തലേദിവസം തന്നെ ബോയിൽ ചെയ്ത് വയ്ക്കുവാണെങ്കിൽ എളുപ്പമായിരിക്കും ഉണ്ടാക്കാൻ. അത് സീസൺ ചെയ്യാൻ വേണ്ടി സോൾട്ട്, ക്രഷ് പെപ്പർ, വൈറ്റ് പെപ്പർ ആണെങ്കിൽ നന്നായിരിക്കും. പിന്നെ ലൈറ്റ് സോയ സോസ്, മാഗിയുടെ സീസണിങ് പൗഡർ ഉണ്ടെങ്കിൽ അതും ഇടാം. ഇതെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സോയ സോസും സോൾട്ട് പെപ്പർ നന്നായിട്ട് മിക്സ് ആവണം. ഫിനിഷ് ചെയ്യാൻ വേണ്ടി ചോപ്പ് ചെയ്ത സ്പ്രിംഗ് ഓണിയൻസ്. ഇത്രയേ ഉള്ള പരിപാടി. നമ്മളുടെ മിക്സ് ഫ്രൈഡ് റൈസ് റെഡിയാണ്. ഇതിന് വേറെ സൈഡ് ഡിഷോ ഒന്നും വേണ്ട. പിന്നെ ഈ ലഞ്ച് ബോക്സ് ആയിട്ട് ഇത് കൊണ്ടുപോകാൻ അടിപൊളി റെസിപ്പിയാണ്. വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. നോ സൈഡ് ഡിഷ്. ആൻഡ് ഓൾവേസ് റിമെമ്പർ ദിസ്, എവറിബഡി ക്യാൻ കുക്ക് ആൻഡ് എവറിബഡി ഹാസ് ടു കുക്ക്.